ഏറെ ആകാംക്ഷയോടെയും ഉദ്വേഗത്തോടെയും കാത്തിരുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അന്തിമമായി പുറത്തു വന്നിരിക്കുന്നു. ഇവിടെ എല്ലാ അഭിപ്രായ സർവേകളും കോറിയിട്ട ചിത്രം ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ അതിനേക്കാൾ മികച്ച ഒരു മേൽക്കൈയാണ് NDA സഖ്യത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബീഹാറിലെ 243 സീറ്റിൽ 4/3 ഭൂരിപക്ഷത്തിൽ വലിയ ഒരു നേട്ടമാണ് ബീഹാറിൽ NDA മുന്നണി കൈവരിച്ചിരിക്കുന്നത്. ഇവിടെ നിതീഷ് കുമാറിന് ആഹ്ലാദിക്കാം, BJPക്ക് അഭിമാനിക്കാം. 197 സീറ്റുകളോടെ, അതാണ് ലേറ്റസ്റ്റ്. ഇപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അന്തിമ കണക്കുകൾ മാറ്റം അറിയാം. പക്ഷേ 190നും 200നും ഇടയ്ക്ക് സീറ്റുകളോടെ അഭിമാനകരമായ വിജയമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യ മുന്നണി പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല എന്ന് നിസ്സംശയം പറയാം. തകർന്നടിഞ്ഞ RJD, സ്ട്രൈക്ക് റേറ്റ് തീരെ പരിതാപകരമാകുന്ന കോൺഗ്രസ് പാർട്ടി 62 സീറ്റിൽ മത്സരിച്ച് ഇപ്പോൾ നിലവിൽ 4-5 സീറ്റിലാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതിനർത്ഥമെന്ന് പറഞ്ഞാൽ 10% മത്സരിച്ചതിൽ 10% സീറ്റുകൾ പോലും കോൺഗ്രസ് പാർട്ടിക്ക് നേടാനാവുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണവും വോട്ട് അധികാർ യാത്രയും ഒക്കെ ബീഹാർ ജനത എത്രത്തോളം സ്വീകരിച്ചു എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ യാദവ് മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട്, വികസന രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട്, തൊഴിൽ എന്ന വലിയ ഒരു പ്രോമിസ് യുവജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട്, ഓരോ വീട്ടിലും ഒരു ആൾക്ക് ഗവൺമെന്റ് ജോലി എന്ന പ്രോമിസ് കൊടുത്തുകൊണ്ട് മഹാഗഠബന്ധൻ വലിയ തോതിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ചത്. പക്ഷേ ഇതൊന്നും തന്നെ ഗൗരവമായി എടുത്തതായി കാണുന്നില്ല എന്നതാണ് യഥാർത്ഥ ചിത്രം. നോക്കൂ, ഇവിടെ ഈ NDA മുന്നണി വിജയിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം, അത് ഹ്രസ്വമായി വിലയിരുത്തുക. നമ്പേഴ്സിന്റെ സാന്നിധ്യത്തോടു കൂടി 5 പ്രധാന പാർട്ടികളാണ് ബീഹാറിലെ ദേശീയ ജനാധിപത്യ സഖ്യം. അത് 101 സീറ്റുകളിൽ വീതം മത്സരിച്ച BJPയും JDUവും അവരുടെ 2 പാർട്ടികളുടെയും സ്ട്രൈക്ക് റേറ്റ് വളരെ മികച്ചതാണ്. 80% വരും. അതായത് 4/3 ഭൂരിപക്ഷത്തിനടുത്ത് വരും ഈ പറയുന്ന സ്ട്രൈക്ക് റേറ്റ്. 101 സീറ്റിൽ മത്സരിച്ച് 80-ലധികം സീറ്റിൽ വിജയിക്കുകയാണ് BJP, 80ഓളം സീറ്റിൽ വിജയിക്കുകയാണ് JDU BJP തമ്മിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു 2020. അതായത് LJPയെ ഉപയോഗിച്ചുകൊണ്ട് JDUവിന്റെ വോട്ടുകൾ BJP കട്ട് ചെയ്തു എന്ന ഒരു പരിഭവം നിതീഷ് കുമാറിനുണ്ടായിരുന്നു. ഇപ്രാവശ്യം പരിഭവത്തിന് യാതൊരു സ്ഥാനവുമില്ല. കൃത്യമായ ഏകോപനത്തോടു കൂടി 2 പ്രധാനപ്പെട്ട പാർട്ടികൾ BJPയും JDUവും മത്സരിച്ച് വിജയിക്കുന്നത് കാണുന്നു. ഈ 2 പാർട്ടികളും കൂടെ ചേർന്ന് തന്നെ ഏതാണ്ട് 165 സീറ്റോളം നേടുകയാണ്. ആകെ ഭൂരിപക്ഷത്തിന് വേണ്ടത് 122 സീറ്റ് മാത്രം. നോക്കൂ, മൂന്നാമത്തെ കക്ഷി LJP, രാംവിലാസ് പാസ്വാന്റെ കക്ഷി, ചിരാഗ് പാസ്വാൻ ഇപ്പോൾ നയിക്കുന്ന കക്ഷി 29 സീറ്റിൽ മത്സരിച്ച് 20-ലധികം സീറ്റിൽ ജയിച്ചു വരികയാണ്. അവരുടെയും സ്ട്രൈക്ക് റേറ്റ് 3-2 കൂടുതലായി മാറുന്നു. ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയും ഉപേന്ദ്ര കുശ്വാഹയുടെ പാർട്ടിയും എല്ലാം തന്നെ 6 സീറ്റിൽ വീതം മത്സരിച്ച് മെച്ചപ്പെട്ട വിജയം കാഴ്ചവെക്കുന്നു. ഓവറോൾ എല്ലാ കക്ഷികളുടെയും പഞ്ചപാണ്ഡവന്മാർ എന്ന് അമിത്ഷാ സൂചിപ്പിച്ച 5 പ്രധാനപ്പെട്ട പാർട്ടികൾ NDA മുന്നണിയിലെ 5ഉം നല്ല ഏകോപനത്തോടെ പ്രവർത്തിച്ചു. കാസ്റ്റ് എഞ്ചിനീയറിംഗ് ഭംഗിയായി പ്രവർത്തിച്ചു എന്ന് കരുതാം. അതിന് പുറമെയാണ് ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൃത്യമാണ്. അതായത് മുന്നാക്ക വോട്ടുകളുമായി BJP വരുന്നു. അതുപോലെ മഹാദളിതുകളെ കൊണ്ട് ജിതൻ റാം മാഞ്ചി വരുന്നു. ദളിത് വിഭാഗത്തിന്റെ പിന്തുണ ചിരാഗ് പാസ്വാനിലൂടെ, ലോക് ജനശക്തി പാർട്ടിയിലൂടെ കടന്നു വരുന്നു. യാദവ് ഇതര OBCകളുടെ വോട്ട്, അതുപോലെ ഏറ്റവും പിന്നാക്കക്കാരായ ആളുകൾ EBC, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ്, അതിന്റെ പിന്തുണയോടുകൂടി നിതീഷ് കുമാർ വരുന്നു. നിതീഷ് കുമാറിന്റെ ഒരു വികസന മുഖം 1. 2, നിതീഷ് കുമാറിന്റെ സുശാസൻ ബാബു അല്ലെങ്കിൽ സൽഭരണം, അഴിമതിരഹിത പ്രതിച്ഛായ, ഇത് മുതൽക്കൂട്ടാകുന്നു. 3, സ്ത്രീകളുടെ വോട്ട് നിർണായകമായി മാറി എന്ന് വേണം കരുതാൻ. കാരണം ഓരോ സ്ത്രീയുടെ അക്കൗണ്ടിലും 10,000 രൂപ വെച്ച് വന്ന് വീഴുമ്പോൾ സ്വാഭാവികമായി നന്ദി സൂചകമായി അവർ വോട്ട് ചെയ്തിരിക്കാനുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ശതമാനം കാട്ടുന്നത് സ്ത്രീകളുടെ വോട്ട് NDAക്ക് ലഭിച്ചു എന്നാണ് കാണുന്നത്. അതിന് നിതീഷ് ഫാക്ടർ വളരെ പ്രധാനമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം കടന്നു കയറാനാവാത്ത ചില ഇടങ്ങളുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ബീഹാറിൽ ഉത്തർപ്രദേശിലേതുപോലെ വടക്കോറുള്ള മണ്ണല്ല എന്ന് ഓർക്കണം. എന്നാൽ OBC പൊളിറ്റിക്സ് അല്ലെങ്കിൽ കാസ്റ്റ് എഞ്ചിനീയറിംഗ്, അതിന് സമർത്ഥമായ ഒരു അലയെ ആവശ്യമുണ്ട്, ഒരു സഖ്യകക്ഷി ആവശ്യമുണ്ട്. JDUവിന്റെ പ്രസക്തി ഇപ്പോഴുമുണ്ട്. നിതീഷ് കുമാറാണ് ആ മുഖം.
അതുകൊണ്ട് നിതീഷ് കുമാറിനെ അപ്രൂട്ട് ചെയ്യാൻ ഇപ്രാവശ്യം BJP ശ്രമിക്കില്ല. മുൻകാലങ്ങളിൽ അതിനുള്ള ഒരു സാധ്യത കണ്ടു. BJP മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കാൻ ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. നിതീഷ് കുമാർ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ എത്താൻ കഴിയുക. ഈ നമ്പേഴ്സ് ആത്യന്തികമായി നിലനിന്നാൽ. മറുവശത്തെ മഹാഗഠബന്ധൻ മഹാപരാജയമായി മാറുന്നു. എന്തുകൊണ്ട്? ഒന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്രയൊന്നും വേണ്ട പ്രഭാവം ചെലുത്തിയതായി കാണുന്നില്ല. ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ തൊട്ട് തലേന്ന് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണം, ഹരിയാന വോട്ടെടുപ്പിൽ കണ്ട കൃത്രിമം, ഇതെല്ലാം തന്നെ ബീഹാറിന്റെ ജനത ഒന്നുകിൽ ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു എങ്കിൽ പോലും വേണ്ട ഗൗരവം കൊടുത്തതായി തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. ഒന്നാം ഘട്ടം സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷവും ഇപ്രാവശ്യവും ഒന്നാം ഘട്ടത്തിൽ മഹാഗഠബന്ധന് ചെറിയ സാധ്യതയുണ്ടായിരുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയും ഇപ്രാവശ്യം ഏറെ പിന്നോട്ട് പോയി. രണ്ടാം ഘട്ടത്തിലാണ് BJP JDU കോമ്പിനേഷന്റെ തകർപ്പൻ പ്രകടനം വന്നത്. രണ്ടാം ഘട്ടമാണ്, പ്രത്യേകിച്ച് ഡൽഹി സ്ഫോടനത്തിന് ശേഷം ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നടന്ന ആ രണ്ടാം ഘട്ടത്തിലെ 122 മണ്ഡലങ്ങളിൽ വൻ തേരോട്ടമാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബീഹാറിൽ കാഴ്ചവെച്ചത്. പരാജയ കാരണങ്ങളിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ണോടിക്കാം. പരാജയ കാരണങ്ങൾ: ഒന്ന്, RJD കോൺഗ്രസ് തർക്കങ്ങൾ. 12ഓളം സീറ്റുകളിലാണ് സൗഹൃദ മത്സരങ്ങൾ ഉണ്ടായത്. ഇടതുപക്ഷത്തിന് അലോട്ട് ചെയ്ത സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു, RJD സീറ്റിലേക്ക് കോൺഗ്രസ് വരുന്നു, കോൺഗ്രസിന് അലോട്ട് ചെയ്ത സീറ്റിൽ മറ്റ് പാർട്ടികൾ മത്സരിക്കുന്നു. ആകെ ഒരു വലിയ ഏകോപനത്തിന്റെ കുറവുണ്ടായി. അത് മാത്രമല്ല, തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ മടിച്ചു നിന്ന കോൺഗ്രസിന്റെ മെല്ലപ്പോക്ക് ഒരുപക്ഷെ ഈ സഖ്യത്തിന്, മഹാഗഠബന്ധന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് കരുതാവുന്നതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഇവിടെ പ്രധാനപ്പെട്ട പാർട്ടികൾ രണ്ടാണ് മറുപക്ഷത്ത്. അതായത് JDUവും BJPയും ഒരുപോലെ ശക്തരാണ്. ഒരേ നമ്പർ സീറ്റിൽ മത്സരിക്കുന്നു, ഏതാണ്ട് ഒരേ സമാനമായ സീറ്റിൽ വിജയിച്ചു വരുന്നു. പക്ഷേ ഇവിടെ മഹാഗഠബന്ധന്റെ ഭാരം ഏതാണ്ട് ഒറ്റയ്ക്ക് ചുമക്കുകയാണ് ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ജനതാദൾ RJD. തേജസ്വി യാദവിന് മുഖ്യമന്ത്രി പദത്തിലേക്ക് ഏറെ പിന്തുണയുണ്ട് എന്ന് തോന്നിയെങ്കിലും അഭിപ്രായ വോട്ടിലൊക്കെ കണ്ടത് അങ്ങനെയാണ്, എക്സിറ്റ് പോളിൽ പോലും കണ്ടത് അങ്ങനെയാണ്. പക്ഷേ ഇതൊന്നും തന്നെ വോട്ടായി മാറിയതായി കാണുന്നില്ല. ഒരു ഘട്ടത്തിൽ തേജസ്വി യാദവ് തന്നെ പിന്നിൽ പോയിരിക്കുന്നു. ആത്യന്തികമായി ജയിച്ചു വരുമോ എന്നറിയില്ല. ഈ ഘട്ടത്തിൽ, ഇപ്പോൾ വോട്ട് എണ്ണുന്നതിന്റെ അവസാന ഘട്ടത്തിലാണ്. തേജസ്വി യാദവ് ഒരുപക്ഷെ തന്നെ സ്വന്തം മണ്ഡലത്തിൽ തന്നെ പിന്നാക്കം പോയാലും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് ഒരു പ്രതിപക്ഷത്ത് ഇരിക്കാനാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ വിധി. അതുകൊണ്ട് ഈ പ്രതിപക്ഷ അനൈക്യം, പ്രതിപക്ഷം ഉയർത്തിയ വാഗ്ദാനങ്ങൾ പോലും ജനം തള്ളിക്കളയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് എന്ന് പറയാം. സ്ട്രൈക്ക് റേറ്റ് നോക്കൂ, 4-5 സീറ്റിലാണ് വിജയസാധ്യത ഇപ്പോൾ പറയുന്നത്. 62 സീറ്റിൽ, കഴിഞ്ഞ പ്രാവശ്യം 70 സീറ്റിൽ മത്സരിച്ചു. ഇപ്രാവശ്യം കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വന്നു. 62 സീറ്റിൽ മത്സരിച്ചു. വിജയിക്കാനാവുന്നത് 10-ൽ താഴെ സീറ്റിൽ മാത്രമാണ് അന്തിമ ഫലം വരുമ്പോൾ. അതിനർത്ഥം എന്താണ്? സ്ട്രൈക്ക് റേറ്റ് പരിതാപകരമാണ്. രണ്ട് RJDയുടെയും സ്ട്രൈക്ക് റേറ്റ് പരിതാപകരമാണ്. അതുപോലെ പുതിയതായി കൂട്ടിയ ഒരു കക്ഷി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി ഒരു സീറ്റിലും നിലവിൽ മുന്നിട്ട് നിൽക്കുന്നില്ല. അപ്പൊ സംപൂജ്യരായി മടങ്ങാനായിരിക്കാം VIP എന്ന വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ, മുകേഷ് സാഹ്നിയുടെ പാർട്ടിയുടെ വിധി. അതുകൊണ്ട് ഈ ബോട്ട്മെൻ പാർട്ടി അല്ലെങ്കിൽ മല്ലകളുടെ പാർട്ടി, ആ പാർട്ടിക്ക് കാര്യമായ വോട്ടുകൾ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണേൽ കാണാം. ഇടതുപക്ഷങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷത്തെ അവിടുത്തെ ബീഹാറിലെ പ്രധാന കക്ഷിയായ CPI-ML അതിന് 12 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ സീറ്റുകളിൽ നിന്നും ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. CPI, CPM എല്ലാം താഴേക്ക് പോയിരിക്കുന്നു. അതുകൊണ്ട് ഈ റെഡ് ബെൽറ്റിൽ പോലും, ഇടതുപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള ബെൽറ്റിൽ പോലും വേണ്ട മേൽക്കൈ നിലനിർത്താൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയാം. അതുപോലെ തന്നെ ഈ മേഖല തിരിച്ചുള്ള ഒരു കണക്ക് കൂടി ഇവിടെ പ്രസക്തമായി വരുന്നു. കാരണം അതൊരു ഡീപ്പർ അനാലിസിസിൽ ബീഹാറിലെ വിവിധ മേഖലകൾ വിവിധ രീതികളിലാണ് ചരിത്രപരമായി ചിന്തിച്ചിട്ടുള്ളതും വോട്ട് ചെയ്തിട്ടുള്ളതും. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിക്ക് വൻ പ്രതീക്ഷയുണ്ടായിരുന്ന 2020 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി, അതായത് മഹാഗഠബന്ധൻ മുന്നിട്ട് നിന്ന 2 മേഖലകളുണ്ട്. ഉത്തർപ്രദേശിനോട് ചേർന്ന ബീഹാറിന്റെ മണ്ണാണത്. ഒന്ന് മഗധ മേഖലയിലെ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ തന്നെ ഭോജ്പൂർ മേഖലയിൽ പോലും ഇന്ത്യ മുന്നണിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മേൽക്കൈ. അവിടെ എല്ലാം തന്നെ BJP JDU കമ്പൈൻഡ് തേർവാഴ്ച ഇപ്രാവശ്യം കണ്ടു. 6 പ്രധാനപ്പെട്ട മധ്യ ബീഹാർ മേഖലയുണ്ട്, ഖോസി മേഖലയുണ്ട്, അങ്ങനെ പല മേഖലകളുണ്ട്. അപ്പൊ തഹൂദ് മേഖല, ഇവിടെ എല്ലാം തന്നെ
കൃത്യമായ മേൽക്കൈ NDA മുന്നണിക്ക് ലഭിച്ചു. ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ത്യ മുന്നണിക്ക്, ഏറെ പ്രതീക്ഷ ഉണ്ടാവേണ്ട മേഖലയാണ് കിഴക്കൻ മേഖല, അതായത് ഈ സീമാഞ്ചൽ മേഖല. അതൊക്കെ ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ബീഹാറിന്റെ കിഴക്കൻ പ്രദേശമാണ്. സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് 40% വോട്ടുകളുള്ള മറ്റു ചില മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ആകെ ജയിക്കാൻ പറ്റിയത് 10 സീറ്റിലാണ്, 36ഓളം സീറ്റുകളിൽ. ഇപ്രാവശ്യം അതിനേക്കാൾ താഴെയാണ് സ്ഥിതി. അതിനർത്ഥം അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി MIM അവിടെ വോട്ട് കട്ടറായി കുറെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതില്ല എങ്കിൽ പോലും അവർക്ക് വിജയിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഒരു മാസീവ് മാൻഡേറ്റ് കാട്ടുന്നത്. 5 സീറ്റ്, അതേഴ്സ് എന്ന ഗണത്തിൽ 5-6 സീറ്റുകൾ കാണുന്നു. അത് അസദുദ്ദീൻ ഒവൈസിയുടെ സീറ്റുകളാകാനാണ് സാധ്യത. അത് എണ്ണം തിരിച്ച് കാര്യമായ ഒരു കണക്കുകൾ ഇപ്പോൾ ലഭ്യമല്ല. അത് ലഭ്യമാകുമ്പോൾ കൂടുതലായി അറിയിക്കാൻ സാധിക്കും. അതുകൊണ്ട് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടി MIM പിടിച്ച വോട്ടുകളെല്ലാം തന്നെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാവുന്ന മുസ്ലിം വോട്ടുകളായിരുന്നു എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് കൃത്യമായ ഗൃഹപാഠം ചെയ്ത് ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല ഒരു മേഖലയിലും, ബീഹാറിന്റെ സമസ്ത മേഖലയിലും. അതുകൊണ്ട് പരാജയത്തിന്റെ കാരണങ്ങൾ തേടി ഏറെ ഗവേഷണം നടത്തേണ്ടി വരും ഇന്ത്യ മുന്നണി എന്നാണ് സൂചന. ഇനി പ്രശാന്ത് കിഷോർ വലിയ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ട് ജൻ സുരാജ് പാർട്ടിയുമായി വന്നുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തുമെന്ന പ്രതീതിയാണ് ജനിച്ചത്. പക്ഷെ ജൻ സ്വരാജ് പാർട്ടി അമ്പേ പാടുന്ന കാഴ്ചയാണ്. ജൻ സ്വരാജ് പാർട്ടി പിടിച്ച വോട്ടുകൾ ഒരുപക്ഷെ ആർക്കാണ് ദോഷകരമായി ബാധിച്ചത് എന്ന് കൃത്യമായി അസസ് ചെയ്യാൻ ഏറെ നേരം വേണ്ടിവരും. പക്ഷേ രണ്ട് ഭാഗത്തു നിന്നും വോട്ടുകൾ പിടിച്ചു. നിതീഷ് കുമാറിന് ലഭിക്കേണ്ട വികസന വോട്ടുകൾ, അതേപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് ലഭിക്കേണ്ട ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ്, ആന്റി ഇൻകംബൻസി വോട്ടുകൾ ഒക്കെ തന്നെ ജൻ സ്വരാജിന് ചെറിയ തോതിലെങ്കിലും പിടിക്കാൻ സാധിച്ചു. 2 മുതൽ 5% വോട്ട് വരെയാണ് ജൻ സ്വരാജൻ പ്രൊജക്ട് ചെയ്തിരുന്നത്. അത്രയും തന്നെ അവർക്ക് പിടിക്കാൻ സാധിച്ചു. പക്ഷേ ആ വോട്ട് ഷെയറിനെ സീറ്റാക്കി മാറ്റാൻ ഉള്ള നമ്പേഴ്സ് ആ പാർട്ടിക്ക് ഇല്ലാതെ, ജൻ സ്വരാജ് പാർട്ടിക്ക് ഇല്ലാതെ പോയി. ആ പരീക്ഷണം ജനം പാടെ അവഗണിച്ചു, തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ജൻ സ്വരാജ് പരീക്ഷണം ഇറങ്ങാനുള്ള സാധ്യതയില്ല. ഇനി തന്റെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രശാന്ത് കിഷോർ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. താൻ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ്, മറ്റു പാർട്ടികൾക്ക് വേണ്ടി തന്ത്രം ഒരുക്കുന്നു. അല്ല എങ്കിൽ സെഫോളജിസ്റ്റ് ആണ്, തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്യുന്ന വിദഗ്ധനാണ്. ആ ഒരു അക്കാദമിക ജോലിയിലേക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചു പോകാം. ഒരു രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ അധികം മുന്നോട്ട് പോകാൻ ആവില്ല. നോക്കൂ, ഇനിയുള്ള സാധ്യതകൾ എന്താണ്? കൃത്യമായ ഭൂരിപക്ഷം ലഭിച്ച സ്ഥിതിക്ക് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. എത്ര കാലം ഗവൺമെന്റ് മുന്നോട്ട് പോകും? ഇനി നിതീഷ് കുമാർ വലിയ ചാഞ്ചാട്ടം നടത്താൻ സാധ്യത കുറവാണ്. കാരണം എന്തുകൊണ്ടാണ്? പ്രായം അനുകൂലമല്ല, സാഹചര്യങ്ങൾ അനുകൂലമല്ല. കേന്ദ്ര സർക്കാർ നിലനിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ കൂടി പിൻബലത്തിലാണ്. നിതീഷ് കുമാർ പാലം വലിച്ചാൽ പോലും അദ്ദേഹത്തിന്റെ MP മാരെയും MLA മാരെയും അടർത്തിയെടുക്കാൻ ഒരുപക്ഷെ BJP ശ്രമിക്കും. അതുകൊണ്ട് നിതീഷ് കുമാർ സാഹസത്തിനൊന്നും മുതിരില്ല. തന്റെ ബീഹാറിലെ മുഖ്യമന്ത്രി പദം 20 വർഷം കഴിഞ്ഞ് 25ാം വർഷത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ നിതീഷ് കുമാർ ശ്രമിക്കും. ഉറപ്പായി അദ്ദേഹത്തിന് ആയുസ് അത്രയും ഉണ്ടാകുമോ എന്നത് മാത്രമാണ് സംശയം. ആകെ ഉള്ളത് നിതീഷ് കുമാർ ഇനിയും ഒരു ചാഞ്ചാട്ടം നടത്തുമോ എന്ന ചിലരുടെയെങ്കിലും മോഹമാണ്. സാധ്യത കുറവാണെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. പക്ഷേ ഇത് ആള് നിതീഷ് കുമാറാണ്, എങ്ങനെയും എന്തും സംഭവിക്കാം. പക്ഷെ ഇപ്പൊ നമ്പേഴ്സ് കാട്ടുന്ന BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറും. കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ വലിയ ഒറ്റക്കക്ഷിയാണ്. 75 സീറ്റ് നേടിയ RJD ആയിരുന്നു ഒറ്റക്കക്ഷി, ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പ്രതിപക്ഷത്തിരിക്കാനായിരുന്നു. ഇപ്രാവശ്യം BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്നു. പല ഒപ്പീനിയൻ പോളുകളിലും പറഞ്ഞിരുന്നത് ഒരുപക്ഷെ നിതീഷ് കുമാറിന്റെ JDU ആകും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അവര് സമാസമം നിൽക്കുന്നു എങ്കിലും സ്വല്പ തലപ്പൊക്കത്തിൽ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് BJP തന്നെയാണ്. അത് അവസാനം വരെ തുടർന്നാൽ BJPക്ക് പറയാം നാളുകളിലെ സാധ്യതയുള്ള BJP ആണ് ബീഹാറിലെ നാളുകളുടെ പാർട്ടി. കാരണം നിതീഷ് കുമാർ എക്കാലത്തും ഉണ്ടാവില്ല. നിതീഷ് കുമാറിന് ശേഷം ഈ പറയുന്ന EBC-കളെ, എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസിനെ, അല്ലെങ്കിൽ നോൺ യാദവ് OBC-കളെ ഒരുമിച്ച് നിർത്താൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു നേതൃത്വം JDU-വിന് ഇല്ല എന്നതാണ് വാസ്തവം. BJPക്കും വലിയ നേതൃത്വമൊന്നും ബീഹാറിൽ പറയാനില്ല. വോട്ട് ബേസ് ഉണ്ട്, പക്ഷേ ഒരു ലീഡർഷിപ്പ് വാക്യൂം ഉണ്ട്. നിതീഷിന് ശേഷം ആർ എന്ന ചോദ്യം ഒരുപക്ഷെ ഇനിയുള്ള കാലത്ത് ഉയരും. നിതീഷിന് ശേഷം ECB-കളെ കൈവശപ്പെടുത്താൻ ഒരുപക്ഷെ BJP ഒരു ശ്രമം നടത്തും. RJD-യും ശ്രമിക്കും. പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം യാദവ മേഖലകളിലേക്ക്, യാദവ ഭൂരിപക്ഷം, യാദവ മേൽക്കോയ്മ ഉള്ള ഒരു സംവിധാനത്തിൽ
നോൺ യാദവ് ഒബിസിസ് അത്ര സംതൃപ്തരല്ല എന്നതാണ് ചരിത്രപരമായ അനുഭവം. അത് മാത്രമല്ല മുൻകാലത്തെ ജംഗിൾ രാജ് നിരന്തരം ഓർപ്പിക്കുന്ന BJP-യെയും JDU-വിനെ കണ്ടു. അത് മാത്രമല്ല ഒരു വീഡിയോ പോലും, യാദവരുടെ ഒരു മേൽക്കോയ്മ സൂചിപ്പിക്കുന്ന ഒരു വീഡിയോ പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചത് ബൂമറാങ് ചെയ്ത കാഴ്ചയും ഇന്ത്യ മുന്നണിക്കും തേജസ്വി യാദവിനും കണ്ടെടുക്കേണ്ടി വന്നു. പിന്നീട് ആ വീഡിയോ പിൻവലിക്കുന്നതും കണ്ടു. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയുള്ള കാലത്ത്, ഇനി ഒരു 5 വർഷം ഇപ്പോഴത്തെ നിലയിൽ പ്രായോഗികമായി പ്രവർത്തിക്കാനുള്ള സമയമാണ് ബീഹാറികൾക്ക്. ഒരു ഡബിൾ എൻജിൻ എന്നത് BJP-യുടെ നറേറ്റീവാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും പറയണം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ബീഹാർ പാക്കേജ് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും വിലപേശി ബീഹാറിന് വേണ്ടി കൊണ്ടുവരാൻ നിതീഷ് കുമാറിന് സാധിച്ചു. അതിനുള്ള വോട്ട് കൂടിയാണ് സ്ത്രീകളുടെ വികസന പദ്ധതി, അതിനുള്ള വോട്ട് കൂടിയാണ് സ്ത്രീകളുടെ അക്കൗണ്ടിൽ പണം, അതിനുള്ള വോട്ട് കൂടിയാണ് സൽഭരണം, അതിനുള്ള വോട്ട് കൂടിയാണ്. പരിമിതമെങ്കിലും അടിസ്ഥാന സൗകര്യ വികസനം കുറെയൊക്കെ നടന്നിട്ടുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ ഗ്രോത്ത് ആണ്, എങ്കിൽ പോലും ബീഹാർ ചെറിയ തോതിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ മാൻഡേറ്റ് ഒരു പോസിറ്റീവ് മാൻഡേറ്റ് ആയി പലരും കരുതുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഏറെ ചിന്തിക്കാനുണ്ട്. BJP-ക്ക് ഒരുപക്ഷെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഭാവിയിൽ വരണം എങ്കിൽ JDU-വിന്റെ ഇപ്പോൾ ലഭിച്ച വോട്ട് ബേസ് നിതീഷിന് ശേഷമുള്ള സമയത്തെങ്കിലും തങ്ങളിലേക്ക് സ്വാംശീകരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. BJP-യുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഹൈന്ദവ ദേശീയതയും അതുപോലെ ഹിന്ദുത്വ പ്രചരണവും ഒക്കെയാണ്. അതിന് കാര്യമായ വേരോട്ടമൊന്നും ബീഹാറിന്റെ മണ്ണിലില്ല. ഇതൊരു വികസന വോട്ടാണ്, ഹിന്ദുത്വ വോട്ടാണ് എന്ന രീതിയിൽ പറയാനാവില്ല. കാരണം മധ്യപ്രദേശിലെയോ രാജസ്ഥാനിലെയോ ഛത്തീസ്ഗഡിലെയോ ഈവൻ ഉത്തർപ്രദേശിലെയോ പോലെയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഹിന്ദുത്വ ശക്തികൾക്ക് മേൽക്കൈയുള്ള ഒരു മണ്ണല്ല ബീഹാർ. സോഷ്യലിസ്റ്റുകൾക്ക് മേൽക്കൈയുള്ള, ചരിത്രപരമായ വലിയ രീതിയിൽ സോഷ്യലിസ്റ്റുകൾക്ക് മേൽക്കൈയുള്ള ഒരു മണ്ണാണ്. ഇന്ദിരാഗാന്ധിയെ തടഞ്ഞു നിർത്തിയ ഒരു മണ്ണാണ്. ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസ് വിരുദ്ധ, ഇന്ദിരാഗാന്ധി വിരുദ്ധ പ്രചരണത്തിന്റെ ഒരു മണ്ണായിരുന്നു സോഷ്യലിസ്റ്റുകൾ എന്നാണ് അവർ വിളിച്ചിരുന്നത്. ലോഹിയായിട്ട് സോഷ്യലിസ്റ്റുകൾ. ആ ലോഹിയായിട്ട് സോഷ്യലിസ്റ്റുകളുടെ ബാക്കി പത്രമാണ് നിതീഷ് കുമാറും ലാലു പ്രസാദ് യാദവും എല്ലാം. ഇത് 2 ഖണ്ഡങ്ങളായി നിൽക്കുകയാണ്. NDA-യിലും ഇന്ത്യ മുന്നണിയിലുമായി സോഷ്യലിസ്റ്റ് ചേരി തിരിഞ്ഞു നിൽക്കുകയാണ്. അവർ കാസ്റ്റ് എഞ്ചിനീയറിംഗിന്റെ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ഹിന്ദുത്വ ശക്തികളും സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഒരു വിഭാഗവും ചേരുമ്പോൾ അജയ്യമായ ശക്തിയായി ഇപ്പോഴും ബീഹാർ നിലനിൽക്കുന്നു. അതിനോടൊപ്പം വികസന വോട്ടും കൂടി ചേരുമ്പോൾ വിജയ ഫോർമുല റെഡിയായി. ഇത് ആക്ച്വൽ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഏർലി ഒരു അസസ്മെന്റായി ദയവായി കരുതുക. ഫൈനൽ നമ്പേഴ്സ് 241-ൽ ഫൈനൽ നമ്പേഴ്സ് വരുമ്പോൾ NDA മുന്നണി 200 കടക്കുമോ അതോ 190-ന് താഴെ പോകുമോ? പക്ഷെ ഇപ്പോഴത്തെ നിലയിൽ വലിയ അന്തരമാണ്, വലിയ അന്തരമാണ് NDA മുന്നണിയും ഇന്ത്യ മുന്നണിയും തമ്മിൽ എന്നത്. അപ്പം വോട്ട് കട്ടേഴ്സായി ആര് പ്രവർത്തിച്ചാലും ഇല്ല എങ്കിലും ഈ വോട്ട് കട്ടിങ്ങോ മറ്റു ഫാക്ടേഴ്സോ ഒന്നും തന്നെ പ്രാവർത്തികമായില്ല. ഏതാണ്ട് 4/3 ഭൂരിപക്ഷത്തിലധികം നേടിക്കൊണ്ട് NDA ഭരണം ബീഹാറിൽ വരുന്നു എന്നതാണ് അവസാന ചിത്രം.